അച്ഛാ, അഭിരാമിയുടെ കാര്യത്തിലുള്ള അച്ഛൻ്റെ തീരുമാനം എന്തായി? ചെന്നൈയിൽ നിന്നും എത്തിയതിൻ്റെ അടുത്ത ദിവസം രാവിലെ വീട്ടുകാർക്കൊപ്പം ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴായിരുന്നു അവനത് ചോദിച്ചത്. അവനെ ഒന്ന് നോക്കിയതല്ലാതെ ദാസൻ ഒന്നും മിണ്ടിയില്ല. ദാസേട്ടൻ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? അവൻ പറഞ്ഞത് ശരിയല്ലേ? ഓഫീസിലെ കാര്യം മാത്രാണോ? ഇവൻ പോകുന്ന അന്ന് രാവിലെ ഇവിടെ കയറി വന്ന് എന്തൊക്കെയാ കുട്ടി കാട്ടിക്കൂട്ടിയത്? അടുക്കള ഒന്ന് കാണണമായിരുന്നു. ഇവിടെ കയറി വന്ന് അടുക്കളയിലേക്ക് കയറി പെരുമാറാൻ ആ കുട്ടിക്ക് എന്ത് അധികാരമാണുള്ളത്? രാധിക, ദർശന്റെ അമ്മ ദേഷ്യത്തോടെ ചോദിച്ചു. എനിക്കും നിനക്കും ഇവനും ദേവിമോൾക്കുമുള്ള അതേ അധികാരം തന്നെയാണ് അവൾക്കും ഈ വീട്ടിലുള്ളത്. വളരെ പതുക്കിയാണെങ്കിലും ഗൗരവം ഒട്ടും വിടാതെയാണ് അദ്ദേഹം അത് പറഞ്ഞത്. എന്നാൽ രാധികയ്ക്ക് അയാൾ പറഞ്ഞതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് അവരുടെ മുഖത്ത് വ്യക്തമാകുകയും ചെയ്തു. നീ എന്നെ ദേഷ്യത്തോടെ നോക്കേണ്ട രാധു. നമ്മൾ ആരും അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവൾ ദർശന്റെ ഭാര്യയാണ്. ഈ വീട്ടിലെ മരുമകളാണ്. അതാണ് സത്യം. ഭാര്യ? എൻ്റെ മോന് പറ്റിയ ഒരു അബദ്ധം മാത്രമാണ് ആ കല്യാണം. അന്ന് ആ ഒരവസ്ഥയിൽ അവൻ അങ്ങനെ ചെയ്തു പോയതാ. പക്ഷേ ഒന്നുണ്ട്, അവൾ ഒരിക്കലും ഈ വീട്ടിലെ മരുമകളായോ ഇവൻ്റെ ഭാര്യയായോ ജീവിക്കാൻ പോകുന്നില്ല. എൻ്റെ മോള്, അവളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം അഭിരാമിയുടെ കുടുംബമാണ്. അതൊരിക്കലും എനിക്ക് മറക്കാനാവില്ല. ഒരു നിമിഷം അവർ മൗനമായിരുന്നു. 3 പേരുടെയും നോട്ടം ആ സമയത്ത് ദേവിയുടെ മുറിയിലേക്കായിരുന്നു. പെട്ടെന്ന് മുറി തുറന്ന ദേവി പുറത്തേക്ക് വന്നു. അവളെ നോക്കിയിരുന്ന 3 പേരെയും കണ്ട് നോവുന്ന ഒരു പുഞ്ചിരി അവൾ സമ്മാനിച്ചു. എന്നെ കാത്തിരിക്കുകയായിരുന്നു 3 പേരും? വളരെ പതുങ്ങിയ ശബ്ദത്തിൽ അവൾ ചോദിച്ചു. എടുത്തു വെച്ചപ്പോൾ അച്ഛനും മോനും പറഞ്ഞു നീ കൂടെ വന്നിട്ട് കഴിക്കാമെന്ന്. അത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യവും ദുഃഖവും എല്ലാം മറന്ന് സാധാരണ രീതിയിൽ തന്നെ രാധിക മറുപടി കൊടുത്തു. എന്തിനാ ഇപ്പോൾ എനിക്ക് വേണ്ടി കാത്തിരുന്ന സമയം കളഞ്ഞത്? നിങ്ങൾക്ക് 2 പേർക്കും ഓഫീസിൽ പോകേണ്ടതല്ലേ? എനിക്ക് പിന്നെ ഭക്ഷണം നേരത്തെ കഴിച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. മുറിയിൽ പോയി ചുമ്മാ ഇരിക്കാനല്ലേ. അതുകൊണ്ടാണ് ഞാൻ വൈകി കഴിക്കാമെന്ന് വിചാരിച്ചത്. എന്തിനാ നീ മുറിയിൽ തന്നെ ഇരിക്കുന്നത്? നിനക്കൊന്ന് പുറത്തൊക്കെ പോയിക്കൂടെ? അമ്മ ദാ ഇപ്പോൾ കൂടി പറഞ്ഞതേയുള്ളൂ. എന്തോ മേടിക്കാനുണ്ടെന്നും അച്ഛൻ കൂടി വന്നിട്ട് ഒരുമിച്ച് പോകാമെന്നും. അന്നത്തെ ആക്സിഡന്റിന് ശേഷം അമ്മയ്ക്ക് വണ്ടി എടുക്കാൻ പേടിയാണെന്ന് നിനക്കറിഞ്ഞൂടെ? പിന്നെ മുരളിച്ചേട്ടനോടാണെങ്കിൽ അനുരാധ ചേച്ചിയുടെ ഡെലിവറി കഴിയുന്നത് വരെ വരണ്ടാന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. എന്തിനാ അച്ഛന് വേണ്ടി കാത്തിരിക്കുന്നത്? നീ വണ്ടി എടുക്കുമല്ലോ. നിങ്ങൾ 2 പേരും കൂടി പോയിട്ട് മേടിച്ചിട്ട് വാ. ഞാനത് ഇന്നലെ ഇവളോട് പറഞ്ഞതാ മോനെ, നമുക്കൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന്. അവൾക്ക് എന്തോ ഒരു മടി പോലെ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് അച്ഛനെയും കൂട്ടി പോകാമെന്ന് വിചാരിച്ചത്. എന്ത് മടി? നിനക്കായിരുന്നല്ലോ ഇവിടെ പുറത്തു പോകാനും ഷോപ്പിംഗ് ചെയ്യാനുമൊക്കെ ഏറ്റവും വലിയ ഉത്സാഹമുണ്ടായിരുന്നത്. മടിയൊക്കെ മാറ്റിവെച്ച് മോള് അമ്മയെയും കൂട്ടി പോകാൻ നോക്ക്. അവൻ പറഞ്ഞത് ശരിയാ മോളെ. നീ ഇങ്ങനെ മടി പിടിച്ച് അകത്തിരിക്കാതെ പുറത്തൊക്കെ ഒന്ന് പോ. ദാസൻ മകളെ നോക്കി പറഞ്ഞു. എനിക്ക് വയ്യ അച്ഛാ. ഞാൻ പുറത്തു പോയാ എനിക്ക് പേടിയാച്ചാ. ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയില്ലേന്ന്. നീ എന്തിനാ പേടിക്കുന്നത്? ആളുകൾ എന്ത് പറയാനാ? അതിന് നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഒരു വിവാഹം മുടങ്ങി, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ അത്ര വലിയ സംഭവമൊന്നും അല്ല ഇക്കാലത്ത്. കുറച്ചുനാൾ ഒരു വിഷമമൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ് അങ്ങ് മറക്കാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഇതിപ്പോൾ 1 വർഷമായില്ലേ നീ ആ മുറിക്കകത്ത് തന്നെ കഴിച്ചു കൂട്ടുന്നത്. ഞങ്ങളോട് പോലും അത്യാവശ്യത്തിനല്ലാതെ നീയൊന്നും മിണ്ടുന്നു പോലും ഇല്ലല്ലോ. എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ ഇങ്ങനെ സ്വയം ശിക്ഷിക്കുന്നത്? ദർശൻ ഒരു ശാസന പോലെ അവളോട് പറഞ്ഞു. തെറ്റ് ചെയ്തത് കൊണ്ടാണല്ലോ എനിക്ക് ശിക്ഷ കിട്ടിയത്. എനിക്കൊരു സങ്കടമേ ഉള്ളൂ. ഞാൻ ചെയ്ത തെറ്റിന് നിങ്ങളെയും കൂടി ചേർത്താണല്ലോ ദൈവം ശിക്ഷിച്ചത്. ഒരാളെ സ്നേഹിച്ചതാണോ മോളെ നീ ചെയ്ത തെറ്റ്? അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഒരുപാട് പേരുണ്ട് ഈ തെറ്റ് ചെയ്തതായിട്ട്. ദിവസവും അവരെല്ലാം ശിക്ഷിക്കാൻ മാത്രമേ ദൈവത്തിന് സമയം കാണൂ. ഇനി ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിച്ചു കൂട്ടണ്ട. ദർശൻ പറഞ്ഞു. അതെ, എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നട്ടലില്ലാത്ത ഒരുത്തനെ പ്രേമിച്ചു. ചുഴ്ന്നു നോക്കാൻ ചക്കയും മാങ്ങയും ഒന്നും അല്ലല്ലോ. മകളുടെ മുടിയിൽ തലോടിക്കൊണ്ട് രാധിക അത് പറഞ്ഞപ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് സങ്കടം കൊണ്ട് മാത്രമായിരുന്നില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷം തങ്ങളോട് മകൾ ഒന്ന് തുറന്ന് സംസാരിച്ചതിൻ്റെ സന്തോഷം കൂടിയായിരുന്നു ആ കണ്ണീർ. അത് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. ഇനി അതല്ല, നിനക്കൊന്നും ഇപ്പോഴും മറക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കോംപ്രമൈസിന് ഏട്ടൻ തയ്യാറാ. ഏട്ടൻ പോയി സംസാരിക്കാം. ഏട്ടാ,
എന്താ ഈ പറയുന്നത്? എൻ്റെ ഏട്ടൻ നാണം കെട്ട് ഇനി അങ്ങോട്ടേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഈ അനിയത്തി മരിച്ചു എന്ന് കരുതുന്നതായിരിക്കും. നീ ഇങ്ങനെ കരയാതെ മോളെ. നിന്റെ അവസ്ഥ കണ്ട് ഏട്ടൻ ചോദിച്ചെന്നേ ഉള്ളൂ. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഏട്ടൻ പോകുന്നില്ല. നിനക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും ചെയ്യുന്നുമില്ല. ഞങ്ങൾക്കെല്ലാവർക്കും ഒന്നേ വേണ്ടൂ, ഞങ്ങളുടെ പഴയ ദേവിമോളെ. ഒരു മാറ്റം ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഏട്ടാ. ഞാൻ ശ്രമിക്കാം മറക്കാൻ. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ ഇനി ഒരിക്കൽ കൂടി ഏട്ടൻ പറയരുത്. അയാളുമായി ഇനി ഒരു ബന്ധവും എനിക്ക് വേണ്ട. എനിക്കെൻ്റെ ഏട്ടനും അച്ഛനും അമ്മയും മാത്രം മതി. നമ്മുടെ പഴയ സന്തോഷം എല്ലാം തിരിച്ചു വരും. ശരി, ആ വീട്ടിലേക്ക് പോകുന്നില്ല. അവരെപ്പറ്റി ഒന്നും സംസാരിക്കുന്നുമില്ല. പക്ഷേ മോളെ ഇങ്ങനെ ഇരിക്കാതെ നല്ല കുട്ടിയായി അമ്മയെ കൂട്ടി പോയി വാ. അതെ, ആ കുടുംബവുമായി നമുക്കിനിയൊരു ബന്ധവും വേണ്ട. ആ കുടുംബത്തിലുള്ളവരുമായി പരിചയപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം. രാധികയാണത് പറഞ്ഞത്. അത് പറയുമ്പോൾ അവരുടെ നോട്ടം നീണ്ടത് അവരുടെ ഭർത്താവിലേക്കാണ്. ഇതോടുകൂടി അഭിരാമിയുടെ വിഷയവും അവസാനിപ്പിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടായിരുന്നു. ആ കുടുംബവുമായി ഒരു ബന്ധമില്ല എന്ന് നമുക്ക് അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ലല്ലോ അമ്മേ. അഭിരാമി, അവൾ ഏട്ടൻ്റെ ഭാര്യയല്ലേ. അവളുമായുള്ള ബന്ധം നമുക്കങ്ങനെ അവസാനിപ്പിക്കാൻ കഴിയൂ? മാത്രമല്ല, അന്ന് നടന്ന ആ പ്രശ്നത്തിൽ അഭിരാമിക്കും അമ്മയ്ക്കും യാതൊരു പങ്കുമില്ല. നമ്മളെപ്പോലെ അവരും നിരപരാധികളാ. അന്നാണ് അവരും ആ ചതി അറിയുന്നത്. അതെ, അതാ ഞാനും പറയുന്നത്. അഭിരാമി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ദേവിമോളെ പോലെ അവളും ശിക്ഷിക്കപ്പെട്ടിട്ടേ ഉള്ളൂ. ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷയാ അവൾ ഏറ്റുവാങ്ങിയത്. മോളൊന്ന് ശരിയായി കഴിയുമ്പോൾ എല്ലാം പഴയതുപോലെയാകും. അഭിരാമിയെ നമുക്ക് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ദർശൻ്റെ ഭാര്യയായി. അതാ വേണ്ടത്. നിങ്ങൾ പിന്നെയും ഇത് തന്നെയാണോ ദാസേട്ടാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദാസേട്ടൻ എന്താ പറഞ്ഞാൽ മനസ്സിലാകാത്തത്? ആ കുടുംബവുമായി നമുക്കൊരു ബന്ധവും വേണ്ട. അഭിരാമി തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും അവൾ ഈ വീട്ടിലെ മരുമകളാവേണ്ട. അവൾ ഈ വീട്ടിൽ കഴിയുന്ന ഓരോ നിമിഷവും നമ്മളെല്ലാവരും വേദനിക്കും. ദേവിമോൾക്ക് ഒരിക്കലും ആ സങ്കടത്തിൽ നിന്ന് മാറാൻ പറ്റില്ല. ആർക്കും ഒന്നും മറക്കാൻ പറ്റില്ല. അങ്ങനെയല്ല രാധു, നമ്മുടെ മോളുടെ സ്ഥാനത്താ ആ കുട്ടി നിൽക്കുന്നത്. ദേവിമോളെ പോലെ ആ ദിവസത്തെ സംഭവം അവളുടെ ജീവിതവും മാറ്റിമറിച്ചു. അതിന് അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ മോനും കാരണക്കാരായി. തിരുത്തേണ്ടത് നമ്മുടെ കടമയാണ്. അയ്യോ ദാസേട്ടാ, ഞാൻ പറയുന്നത്. അമ്മേ, ഈ കാര്യത്തിൽ ഒരു തീരുമാനം പറയേണ്ടത് ഞാനോ അമ്മയോ അച്ഛനോ അല്ല, ദർശേട്ടനാണ്. പിന്നെ അഭിരാമിയും. അവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചോട്ടെ. അഭിരാമി അവളുടെ തീരുമാനം പറഞ്ഞതാ. ഇനി തീരുമാനിക്കേണ്ടത് ഏട്ടനാ. സമയത്ത് ഏട്ടൻ തന്നെ ഒരു തീരുമാനത്തിലെത്തട്ടെ. അവൾ ഏട്ടൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. ഇനിയും സംസാരിച്ചിരുന്ന ഓഫീസിലെത്താൻ വൈകും. നമുക്ക് പിന്നെ ഇതിനെപ്പറ്റി സംസാരിക്കാം. ആരെയും നോക്കാതെ ദർശൻ എഴുന്നേറ്റ് പോയി. അഭിരാമിയെക്കുറിച്ചുള്ള വിഷയം ഇനിയും തുടർന്നു കൊണ്ടുപോകാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. ആ കാര്യത്തിൽ എന്തുത്തരം നൽകണമെന്നും അവൻ അറിയില്ലായിരുന്നു. മകൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞപ്പോൾ ദാസൻ ഭാര്യയെയൊന്ന് നോക്കി. രാധു, അഭിരാമിയുടെ കാര്യത്തിൽ അവൻ എന്ത് തീരുമാനമെടുത്താലും ഞാൻ അംഗീകരിക്കും. പക്ഷേ അത് അവനായി എടുക്കുന്ന തീരുമാനമായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇനി അവനായി വന്ന് ഒരു തീരുമാനം പറയുന്നത് വരെ ഈ വിഷയത്തെക്കുറിച്ച് ആരും അവനോട് സംസാരിക്കണ്ട. ഞാൻ എന്താ പറഞ്ഞതെന്ന് നിനക്ക് മനസ്സിലായല്ലോ? അതിനുത്തരമായി രാധിക ഒന്ന് മൂളുക മാത്രം ചെയ്തു. ആ, എന്നാ മോള് വേഗം ഭക്ഷണം കഴിച്ചു പോയി റെഡിയാകാൻ നോക്ക്. പിന്നെ തിരിച്ചു വരുമ്പോൾ ജംഗ്ഷനിലെ കടയിൽ നിന്ന് നിന്റെ അമ്മയ്ക്കൊരു സ്ട്രോബെറി ഐസ്ക്രീം കൂടി വാങ്ങിക്കൊടുത്തേക്ക്. നന്നായിട്ടൊന്ന് തണുക്കട്ടെ. അത് പറയുമ്പോൾ അച്ഛൻ്റെ മുഖത്ത് ഒരു കുസൃതി ചിരിയുള്ളതുപോലെ ദേവിക്ക് തോന്നി. എനിക്കൊന്നും വേണ്ട, നിന്റെ അച്ഛനെ തന്നെ മേടിച്ച് കൊടുത്തേക്ക് ഐസ്ക്രീം. ഭർത്താവിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് രാധയും ഒരുങ്ങാനായി പോയി. അമ്മയുടെ സംസാരവും നോട്ടവുമൊക്കെ കണ്ട് ചിരി വന്ന ദേവി ചുണ്ട് കൈകൊണ്ട് കൂട്ടിപ്പിടിച്ച് ചിരിച്ചു. ചിരിയോടെ അവൾ നോക്കിയത് അച്ഛൻ്റെ നേർക്കാണ്. അയാൾ അടുത്തേക്ക് വന്ന് മുടിയിലായി ഒന്ന് തലോടിപ്പോയി. വരാമെന്ന് പറഞ്ഞിറങ്ങി. അവളും ഒരു പുഞ്ചിരിയോടെ അച്ഛൻ്റെ പോക്ക് നോക്കി നിന്നു. ഒരു മാറ്റം വേണമെന്ന് അവളും മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു. താൻ പഴയതുപോലെ ആയാലേ എല്ലാം ശരിയാവുകയുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു. ഒരുപക്ഷെ താൻ സന്തോഷത്തിലാണെങ്കിൽ ഏട്ടൻ അഭിരാമിയെ പോലും സ്വീകരിക്കാൻ തയ്യാറാകുമെന്ന് അവൾ ചിന്തിച്ചു. പക്ഷേ പറയുന്നത്ര എളുപ്പമൊന്നുമല്ല കാര്യങ്ങളെന്ന് അവൾക്കറിയാമായിരുന്നു. നീ റെഡിയായില്ലേ ഇതുവരെ? ഞാൻ നീ എന്നെ കാതെ നിൽക്കുകയായിരിക്കുമെന്ന് വിചാരിച്ച് ധൃതി പിടിച്ച് മാറി വന്നതാ. സാരിയുടെ ഞൊറിവൊക്കെ ശരിയാക്കിക്കൊണ്ട് നടന്നു വന്ന രാധിക ദേവിയുടെ തോളിലായി കൈവച്ചുകൊണ്ട് ചോദിച്ചു. ആലോചനയിൽ മുഴുകിയിരുന്ന ദേവി നിറഞ്ഞ കണ്ണുകളോട് കൂടി രാധികയെ നോക്കി.
അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് ഒരു നിമിഷം രാധിക ഒന്ന് പകച്ചുപോയി. പിന്നെ ഒരു പുഞ്ചിരിയോടുകൂടി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവളെ കൊണ്ടുപോയി സെറ്റിയിലിരുത്തി. അമ്മയ്ക്കറിയാം എല്ലാം മറക്കണമെന്നും പഴയതുപോലെ ആവണമെന്നൊക്കെ ഉപദേശിക്കുമ്പോഴും അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന്. എന്നാലും എൻ്റെ കുട്ടി മറക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഞാനങ്ങനെ ചുമ്മാ പറഞ്ഞതല്ല അമ്മ. ശരിക്കും കുറച്ചു നാളായി ഞാനും ആഗ്രഹിക്കുന്നുണ്ട് ഒരു മാറ്റം. അതുകൊണ്ടാ ഏട്ടനൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞത്. പക്ഷേ അതെങ്ങനെ, അതിനുള്ള വഴി എന്താ, ഇതൊന്നും എനിക്കറിയില്ല. അവൾ പറഞ്ഞത് കേട്ട് രാധിക ഒരു ചിരിയോടെ അവളുടെ കവിളുകളിലൊന്ന് തലോടി. ഇത് നിന്റെ ജീവിതമാണ്, നീ തന്നെ അതിനുള്ള വഴിയും കണ്ടെത്തണം. എന്നാലും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം അമ്മ പറഞ്ഞു തരട്ടെ. എന്താ എന്നുള്ള ഭാവത്തിൽ അവൾ അമ്മയെയൊന്ന് നോക്കി. മോള് പഠനം തുടരണം, MSc ചേരണം. എന്നെക്കൊണ്ട് അതിന് പറ്റുമോ അമ്മ? പറ്റും. എല്ലാം മറക്കാൻ നിന്റെ മുൻപിലുള്ള ഏറ്റവും വലിയ വഴി അതുതന്നെയാണ്. ഓർമ്മയില്ലേ നിനക്ക്, എന്തെങ്കിലും ഒരു ഡിഗ്രി എടുത്ത് MBAക്ക് ചേരാൻ അച്ഛനും ചേട്ടനും നിർബന്ധിച്ചപ്പോഴും നീയല്ലേ വാശി പിടിച്ചത് BSc ബോട്ടണി തന്നെ എടുക്കണമെന്ന്. റാങ്കോട് കൂടി പാസ്സായി. നിന്റെ തീരുമാനം ശരിയാണെന്ന് എല്ലാവർക്കും നീ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അന്നൊക്കെ ഞങ്ങൾ എന്തോരം സന്തോഷമായിട്ടിരുന്നെന്നറിയോ. മോള് തുടർന്ന് പഠിക്കണം. മാറ്റത്തിലേക്കുള്ള നിന്റെ ആദ്യ ചുവട് അവിടുന്ന് തന്നെ ആവട്ടെ. രണ്ടുപേരും കുറച്ചു നേരം നിശബ്ദമായിരുന്നു. നീ എൻ്റെ ഒപ്പം ഒന്ന് വന്നേ. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാധിക ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. വീടിൻ്റെ വലതുവശത്തായി മതിലിനോട് ചേർന്ന് ഒരു ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് രാധിക നടന്നു. ദേവി പുറകിൽ പോയി. ഗേറ്റ് തുറന്ന് രാധികയും ദേവികയും അതിനുള്ളിലേക്ക് കടന്നു. ഒരു 2 സെൻറ്റോളം വരുന്ന സ്ഥലം 4 ഭാഗത്തും മതിലുകൾ കൊണ്ട് മറച്ചിരിക്കുന്നു. ആ സ്ഥലത്ത് മുഴുവൻ വളരെ ഭംഗിയായി പൂക്കളും ചെടികളുമെല്ലാം നട്ടുപിടിപ്പിച്ചിരിക്കുന്നു. 1 വർഷം മുൻപ് വരെ അത് ദേവിയുടെ ലോകമായിരുന്നു. പൂക്കളോടും ചെടികളോടും അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. വീട്ടിൽ തന്നെ മനോഹരമായ പൂന്തോട്ടമുണ്ടെങ്കിലും തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മറ്റു പൂക്കളും ചെടികളും നടാനായി അവൾ തന്നെയാണ് അവരുടെ ആ സ്ഥലത്ത് മതിൽ കെട്ടി മറ്റൊരു പൂന്തോട്ടം നിർമ്മിച്ചത്. എന്നും അവിടെ വന്ന് ചെടിക്ക് വെള്ളമൊഴിക്കലും ചെടികളോട് സംസാരിക്കലും ഒക്കെയായിരുന്നു അവളുടെ ഇഷ്ടവിനോദം. എന്നാൽ ഇപ്പോൾ 1 വർഷത്തോളമായി അവൾ ആ ഭാഗത്തേക്ക് വന്നിട്ട്. പക്ഷേ താൻ ഉപേക്ഷിച്ചു പോയതുപോലെ തന്നെ ഇപ്പോഴും അവിടം ഇരിക്കുന്നത് കണ്ട് അവളൊരു അത്ഭുതത്തോടു കൂടി അമ്മയെ നോക്കി. ആരാ അമ്മയെ ചെടിയൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നോക്കുന്നത്? അതെന്താ മോളെ നീ അങ്ങനെ ചോദിച്ചത്? നീ അച്ചമ്മയുടെ വീട്ടിൽ പോയി നിൽക്കുമ്പോഴൊക്കെ ഇവിടെയെല്ലാം നോക്കുന്നത് നിന്റെ അച്ഛനും ചേട്ടനും കൂടിയല്ലേ? ഞാൻ കരുതിയത് ഞാൻ തിരിഞ്ഞു നോക്കാതെ ആയപ്പോൾ ഇവിടെയെല്ലാം നശിച്ചിട്ടുണ്ടാകുമെന്നാണ്. അത് കൊള്ളാം. എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ ചെടിക്ക് വല്ല വാട്ടമോ മറ്റോ കണ്ട നീ ഈ വീട് 2ആക്കി വെക്കുമായിരുന്നില്ലേ? അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാ എല്ലാവരും നോക്കിയിരുന്നത്. നീ വന്ന് നോക്കുമ്പോൾ ഒരു കുറവും കാണാൻ പാടില്ല എന്ന് അച്ഛനും മോനും നിർബന്ധമാണ്. അത് ഞാൻ 2-3 ദിവസത്തേക്ക് പോയി നിൽക്കുമ്പോഴല്ലേ. ഇതിപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാതെയായിട്ട് എത്രയോ നാളായി. അത് നിന്റെ മനസ്സിലായിരുന്നു മോളെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ലായിരുന്നു. 2 ദിവസത്തേക്ക് നീ പുറത്തു പോയി തിരിച്ചു വരുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്. നീയ മുറിക്കകത്ത് കയറി ഇരിപ്പായതിൽ പിന്നെ അച്ഛൻ 1 ദിവസം പോലും ഇവിടം വിട്ടു നിൽക്കുന്ന ഒരു യാത്രയ്ക്കും പോയിട്ടില്ല. ഇനിയൊരു യാത്രയുണ്ടെങ്കിൽ അത് നിനക്കൊപ്പം മാത്രമാണെന്നാ പറയാറ്. തൻ്റെ മാറ്റത്തിനായി തൻ്റെ കുടുംബം എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് ദേവിക്ക് ആ വാക്കുകളിലൂടെ മനസ്സിലായി. രാധിക തലകുമ്പിട്ട് നിൽക്കുന്ന ദേവിയുടെ താടിയിൽ പിടിച്ചൊന്നുയർത്തി. മോൾക്ക് മടിയാണെങ്കിൽ വരണ്ട, അമ്മ ഒറ്റയ്ക്ക് പോയിക്കോളാം. അത്രയും പറഞ്ഞ് അവൾ അവിടെ കുറച്ചു നേരം ഒറ്റയ്ക്ക് നിൽക്കട്ടെ എന്ന് കരുതി തിരിഞ്ഞു നടന്ന രാധികയുടെ കയ്യിൽ ദേവി പിടിച്ചു. ഒരു 10 മിനിറ്റ്, ഞാൻ വേഗം റെഡിയായി വരാം. അവളൊന്ന് ധൃതിയിൽ നടന്ന് പിന്നെ അമ്മയെ തിരിഞ്ഞു നോക്കി 2 കണ്ണും ചെമ്മി കാണിച്ചു. രാധികയും അവളെ നോക്കി ചെറുതായി ഒന്ന് മന്ദഹസിച്ചു. ഒരു മാറ്റത്തിൻ്റെ തുടക്കമാണ് അതെന്ന് 2 പേർക്കും മനസ്സിലായി. ഇതൊരു ഓഫീസാണ്. ഞാൻ ഇവിടുത്തെ ബോസും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവർ മാത്രം ഇവിടെ നിന്നാൽ മതി. അല്ലാത്തവർക്ക് പോകാം. മനസ്സിലായോ അഭിരാമിക്ക്? താൻ എന്നെ പൊട്ടനാക്കാൻ ശ്രമിക്കുകയാണോ? തന്നോട് ഞാൻ എന്താ പറഞ്ഞേൽപ്പിച്ചത്? താനതെന്തെങ്കിലും ചെയ്തോ? ഓഫീസിൽ ദർശൻ്റെ മുൻപിൽ നിൽക്കുകയാണ് അഭിരാമി. തൊട്ടരികിലായി സ്വാതിയും ശ്രുതിയുമുണ്ട്. ദർശൻ ദേഷ്യപ്പെടുന്നത് കണ്ട് അഭിരാമിക്ക് വലിയ കൂസലൊന്നുമില്ല. പക്ഷേ സ്വാതിയും ശ്രുതിയും ഭയന്നാണ് നിൽക്കുന്നത്. സ്വതവേ ദർശൻ ശാന്തനാണ്.
ദേഷ്യപ്പെടേണ്ട സന്ദർഭം വന്നാലും പരമാവധി ശാന്തത കൈവിടാതെ തന്നെ നിൽക്കും. വളരെ അപൂർവമായേ അവന് ദേഷ്യപ്പെട്ട് കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈ ഭാവം സ്വാതിയെയും ശ്രുതിയെയും ഒരല്പം ഭയപ്പെടുത്തി. അഭിരാമി, ഞാൻ തന്നോടാ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഏൽപ്പിച്ച പണി വല്ലതും താൻ ചെയ്തോ എന്ന്. ഇല്ല സാർ, ഞാൻ ചെയ്തില്ല. എന്തുകൊണ്ട്? ഞാൻ ചെന്നൈയിൽ നിന്നും വിളിച്ചപ്പോൾ തന്നോട് പ്രത്യേകം പറഞ്ഞതല്ലേ ഞാൻ തിരിച്ചു വരുന്നതിന് മുൻപ് റെഡിയാക്കി വെക്കണമെന്ന്. എന്തുകൊണ്ട് ചെയ്തില്ല? എന്തുകൊണ്ട് അനുസരിച്ചില്ല? അത് സാർ, ഞാൻ എക്സ്ക്യൂസ് മീ. ആ ശബ്ദം കേട്ട് ഒരേ സമയം എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് വാതിൽക്കൽ നിൽക്കുന്ന ഹരിദാസിനെയും കമ്പനി മാനേജർ മാത്യുവിനെയുമാണ്. ഞങ്ങൾ അകത്തോട്ട് വരട്ടെ? പുഞ്ചിരിച്ചുകൊണ്ട് ഹരിദാസ് ചോദിച്ചു. ദർശനൊന്ന് നോക്കിയതല്ലാതെ പ്രത്യേകിച്ച് മറുപടിയൊന്നും കൊടുത്തില്ല. എങ്കിലും ഹരിദാസും മാത്യുവും അകത്തേക്ക് കയറി. ഹരിദാസിനെ കണ്ടപ്പോൾ സ്വാതിക്കും ശ്രുതിക്കും ഒരല്പം സമാധാനമായി. അഭിരാമിയോട് അദ്ദേഹത്തിനുള്ള സ്നേഹവും വാത്സല്യവും അവർക്കറിയാവുന്നതാണ്. അച്ഛനെ കണ്ട ബഹുമാനത്തോടെ ദർശൻ പതുക്കെയൊന്ന് എഴുന്നേറ്റ് അവിടെ തന്നെ ഇരുന്നു. പെൺകുട്ടികൾ അദ്ദേഹത്തെ വിഷ് ചെയ്തു. ഹരിദാസ് ദർശന് മുൻപിലുള്ള ചെയറിലിരുന്നു. അതോടൊപ്പം തന്നെ മാത്യുവിനോട് ഇരിക്കാനായി കണ്ണുകൊണ്ട് കാണിക്കുകയും ചെയ്തു. ദർശ, അച്ഛൻ എന്താ പറയാൻ പോകുന്നതെന്ന് എനിക്കറിയാം. അച്ഛാ പ്ലീസ്, ഇതിപ്പോൾ ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരുപാടായി എക്സ്ക്യൂസുകൾ. ഇനിയും ഇവളുടെ കാര്യത്തിൽ അച്ഛൻ പറയുന്നതനുസരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ഹരിദാസ് പറയുന്നത് മുഴുവനാക്കാൻ സമ്മതിക്കാതെ ദർശൻ ചാടിക്കേറി പറഞ്ഞു. അങ്ങനെയൊക്കെ അച്ഛനോട് സംസാരിക്കേണ്ടി വന്നതിൽ ഒരു ക്ഷമാപണത്തോടു കൂടിയാണ് അവൻ അച്ഛനെ നോക്കിയത്. ഡോണ്ട് ഫീൽ സോറി മാൻ. നിനക്ക് പറയാനുള്ള സ്പേസ് അച്ഛൻ തീർച്ചയായും തന്നിരിക്കും. പക്ഷേ അതിനു മുൻപ് മാത്യുവിന് പറയാനുള്ളത് നീ കേൾക്കണം. എന്നിട്ട് അഭിരാമിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനമുണ്ടാക്കാം. മാത്യു സാറിന് എന്താ പറയാനുള്ളത്? ഇവൾക്ക് വേണ്ടി സംസാരിക്കാനാണോ സാർ വന്നിരിക്കുന്നത്? മാത്യൂസ് കമ്പനിയുടെ മാനേജറാണെങ്കിലും അച്ഛൻ്റെ കാലത്ത് തൊട്ടുള്ള വ്യക്തി എന്ന നിലയ്ക്ക് ദർശൻ ബഹുമാനത്തോടെ അദ്ദേഹത്തെ മാത്യു സാർ എന്നാണ് വിളിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് ഒരു സന്തോഷ വാർത്തയാണ്. അതിനു മുൻപ് ഒരു സോറി പറയുന്നു ഞാൻ ദർശൻ സാറിനോട്. സാർ എന്തിനാ എന്നോട് സോറി പറയുന്നത്? ഒരു സംശയത്തോടെ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് ദർശൻ ചോദിച്ചു. ആൽഗസുമായുള്ള എഗ്രിമെൻറ്റിൻ്റെ കാര്യമാണല്ലോ ഇവിടെ ചർച്ചാ വിഷയം. ഞാനാണ് അത് പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് അഭിരാമിയോട് പറഞ്ഞത്. അതെന്താ സാർ? നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് 1-2 വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ളതല്ലേ. എഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ലേ മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആദ്യം തന്നെ ഒരു ക്ഷമാപണം ഞാൻ നടത്തിയത്. ദർശൻ സാറിന് അറിയാലോ, ദാസ് സാറിൻ്റെ കാലത്ത് ഇതൊരു കൺസ്ട്രക്ഷൻ കമ്പനി മാത്രമായിരുന്നു എന്ന്. ആ സമയത്ത് ഞാനിവിടെ ജോയിൻ ചെയ്തതെന്നും എൻ്റെ അറിവും ആ മേഖലയിൽ തന്നെയായിരുന്നു. ഞാൻ എൻ്റെ പരമാവധി എഫേർട്ട് കമ്പനിക്ക് വേണ്ടി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദാസ് സാർ എന്നെ എല്ലാ അധികാരങ്ങളും നൽകി ഒരു വിശ്വസ്തനായി കൂടി നിർത്തിയിട്ടുമുണ്ട്. ദർശൻ സാർ ഈ കമ്പനി ഏറ്റെടുത്തതിന് ശേഷം കൺസ്ട്രക്ഷൻ വർക്ക് ഒപ്പം ഇൻറ്റീരിയർ സെക്ഷൻ കൂടി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ കൂടി എന്നോട് കൂടി ഡിസ്കസ് ചെയ്തിട്ടാണ് ഹരിദാസ് സമ്മതം മൂളിയത്. അത്രത്തോളം അദ്ദേഹം എന്നെ വിശ്വസിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും ഒരു സഹോദരൻ എന്ന പോലെ കൂടി നിർത്തുന്നുണ്ട്. പക്ഷേ ഇന്ന് ആ വിശ്വസ്തത ഞാൻ നിലനിർത്തുന്നില്ലേ എന്നൊരു സംശയം. മാത്യു, വൈ അൺനെസസറി ടോക്സ്? താൻ ആരാണെന്നും തനിക്ക് ഈ കമ്പനിയിൽ എന്ത് സ്ഥാനമാണുള്ളതെന്നും എൻ്റെ മോൻ തന്നെ മാത്യു സാറെന്ന് വിളിക്കുന്നതിലൂടെ തന്നെ ഇവിടുത്തെ ഓരോ സ്റ്റാഫിനും വ്യക്തമാണ്. പിന്നെ ഈ ഒരു ചെറിയ കാര്യത്തിൽ ഇവിടെ ആരും തൻ്റെ ആത്മാർത്ഥത അളക്കില്ല. മാത്യുവിന് പറഞ്ഞു മുഴുവിപ്പിക്കാൻ അവസരം കൊടുക്കാതെ ഹരിദാസ് കയറി പറഞ്ഞു. അയാൾക്ക് നല്ല വിഷമമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഹരിദാസ് അങ്ങനെ പറഞ്ഞത്. സങ്കടപ്പെട്ടിരിക്കുന്ന മാത്യുവിൻ്റെ മുഖം കണ്ട് പെൺകുട്ടികൾക്കും സങ്കടമായി. ഒരു സീനിയർ സ്റ്റാഫ് എന്നതിനേക്കാൾ ഉപരി ഒരു മകളോടെന്ന പോലെയാണ് ഓരോരുത്തരോടും അദ്ദേഹം പെരുമാറുന്നത്. തെറ്റാരുടെ ഭാഗത്താണെന്നൊക്കെ നമുക്ക് സൗകര്യം പോലെ തീരുമാനിക്കാം. താനിപ്പോൾ അവനോട് കാര്യം പറ. കമോൺ മാൻ, കം ടു ദി പോയിന്റ്. മാത്യുവിൻ്റെ തോളിലായി ഒന്ന് തട്ടി ഹരിദാസ് പറഞ്ഞു. ഫയലിനകത്ത് നിന്നും ഒരു പേപ്പർ എടുത്ത് ദർശന് നേരെ നീട്ടി മാത്യു തുടർന്നു. സാർ, കഴിഞ്ഞ 4 മാസമായി നമ്മൾ ആൽഗാസിൽ നിന്നും വാങ്ങിയ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഡീറ്റെയിൽസ് ചാർട്ടാണിത്. അദ്ദേഹം മറ്റൊരു പേപ്പർ കൂടി ഫയലിൽ നിന്ന് എടുത്ത് നീട്ടി. മറ്റുള്ള ഫാമുകളിൽ നിന്നും കളക്ട് ചെയ്തിട്ടുള്ള അതേ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് ആൻഡ് ക്വാളിറ്റി ഡീറ്റെയിൽസാണ് ഈ ചാർട്ടിൽ. ഈ ചാർട്ടുകൾ തമ്മിൽ ഒരു കമ്പയർ ചെയ്യുമ്പോൾ സാറിന് മനസ്സിലാകും ഒരേ മെറ്റീരിയൽസ് തന്നെ കുറച്ചുകൂടി കുറഞ്ഞ കോസ്റ്റിൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ് എന്ന്. ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് ചെക്ക് ചെയ്തിരുന്നു? ദർശൻ ആ പേപ്പറുകളിലേക്ക് വളരെ ഗൗരവത്തോടെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ക്വാളിറ്റിയിൽ വ്യത്യാസമൊന്നുമില്ല സാർ. 4 മാസമായി കുറച്ചായാണ് കോസ്റ്റ് കൂട്ടിക്കൊണ്ടു വന്നിട്ടുള്ളത്.
അതുകൊണ്ടായിരിക്കാം എൻ്റെയോ ബാക്കി സ്റ്റാഫുകളുടെയോ കണ്ണിൽ അത് അത്ര ശ്രദ്ധിക്കാതെ പോയത്. അദ്ദേഹം മറ്റൊരു പേപ്പർ കൂടി ഫയലിൽ നിന്നും എടുത്തു. ഇത് നമ്മുടെ സൈറ്റ് സൂപ്പർവൈസർ സുജിത്ത് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ക്ലയൻറ്റ്സ് കംപ്ലൈൻ്റ് ആണ് സാർ. ദർശൻ അതൊന്ന് വാങ്ങി നോക്കി. ഇതിലുള്ള 2 എണ്ണവും മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയുടെ പേരിലാണുള്ളത്. അത്ര വലിയ കംപ്ലൈൻ്റ് അല്ലാത്തത് കൊണ്ടും അന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ ആൽഗാസ് എന്തോ എക്സ്ക്യൂസ് പറഞ്ഞതുകൊണ്ടും ഞങ്ങളത് അത്ര കാര്യമാക്കിയില്ല. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഈ പേപ്പർ എനിക്ക് മുൻപിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഓർത്തത്. അങ്ങനെ ഞാൻ സുജിത്തുമായി വിളിച്ച് സംസാരിച്ചിരുന്നു. സുജിത്ത് എന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞത്? ദർശൻ്റെ മുഖത്തും ഒരല്പം ശാന്തഭാവം വന്നു. അത് മാത്യുവിനും സംസാരിക്കുവാൻ ആത്മവിശ്വാസം നൽകി. അയാൾ പറയുന്നത് നമ്മുടെ ഡിസൈനേഴ്സ് ഓർഡർ കൊടുക്കുന്ന പല മെറ്റീരിയൽസും അവർ പറയുന്ന രീതിയിലല്ല ഇവിടെ കിട്ടുന്നത് എന്നാണ്. കുറച്ച് നാളായി അയാൾക്കും ഇത് തോന്നി തുടങ്ങിയെന്ന് പറഞ്ഞു. അവരെന്ത് കൊടുത്താലും നമ്മളത് വാങ്ങുമെന്നൊരു ഭാവമാണ് ഇപ്പോൾ അവർക്കുള്ളത് എന്നാണ് സുജിത്ത് പറയുന്നത്. അങ്ങനെ അവർ തരുന്നത് വാങ്ങാനല്ലല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ ക്ലയൻറ്റ്സ് ആവശ്യപ്പെടുന്നത് അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിച്ചു കൊടുക്കാനല്ലേ നമ്മളെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു കമ്പനിയുമായി നമുക്കിനി ഒരു ബിസിനസ് വേണ്ട. ക്യാൻസൽ എവരിത്തിങ്. യെസ് സാർ. ആരാണ് സാർ ഈ ഫൈൻഡിങ്സ് സാറിനെ ചെയ്ത് ഏൽപ്പിച്ചത്? മാത്യു ആദ്യം കാണിച്ച 2 പേപ്പറുകളിലേക്ക് ഒന്നുകൂടി ശ്രദ്ധയോടെ നോക്കിക്കൊണ്ട് ദർശൻ ചോദിച്ചു. മാത്യു ഒന്ന് മനോഹരമായി പുഞ്ചിരിച്ചു. അഭിരാമി. വാട്ട്? ദർശൻ ഒരു ഞെട്ടലോടെ ചോദിച്ചു. അതേ ഞെട്ടൽ തന്നെ സ്വാതിക്കും ശ്രുതിക്കും ഉണ്ടായിരുന്നു.